എല്ലാവർക്കും വീക്കെൻഡ് എഡ്യൂസുണ്ട് മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണത്. എറേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ ഭാഗത്തിനകത്ത് നമ്മൾ എറർ ഓഫ് കമ്മീഷൻ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം എറർ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്ന എററും ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യാത്ത എറേഴ്സും കൃത്യമായിട്ട് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ ലൊക്കേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ എറേഴ്സ് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു മിസ്റ്റേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് റെക്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആ എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഇപ്പോൾ നമ്മൾ എഴുതിയതിന് മുകളിൽ വീണ്ടും എഴുതിയിട്ട് ഓവർ റൈറ്റിംഗ് നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് എന്താണ് എറേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടൊക്കെ ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ തന്നെ എന്താണ് അത് എംപ്ലോയീസ് ഫ്രോഡ് കമ്മിറ്റ് ചെയ്തു എന്ന ഒരു ഇതിനകത്താണ് വരിക. ഇഫ് സച്ച് പ്രാക്ടീസ് അലൗഡ് ഇറ്റ് വുഡ് ബി ഈസി ഫോർ എംപ്ലോയീസ് ടു കമ്മിറ്റ് ഫ്രോഡ്സ്. കാരണം നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പർച്ചേസിൻ്റെ ബുക്ക് ഓവർ കാസ്റ്റ് ചെയ്തു, എമൗണ്ട് കൂടിപ്പോയി. അപ്പോൾ നമ്മൾ അവിടെ തടഞ്ഞിട്ട് അവിടെ തന്നെ അത് എഴുതി വെക്കുന്ന ഒരു രീതിയല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ എറർ സംഭവിച്ചാൽ ഇഫ് വൺസ് ഇസ് അലൗഡ് അതർ എംപ്ലോയീസ് വിൽ ഓൾസോ ഡു ഫോളോ ഇറ്റ്. അത് അത്തരത്തിലുള്ള നമുക്ക് തടഞ്ഞിട്ട് നമുക്ക് എഴുതാൻ നമുക്ക് അനുവദിച്ചാൽ അത് കമ്പനീസിനകത്ത് പിന്നെ അതൊരു രീതിയായിട്ട് മാറുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എറേഴ്സ് എന്നുള്ളത് നമ്മൾ ജനറലി നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത് അഡ്ജസ്റ്റിംഗ് എൻട്രികൾ അല്ലെങ്കിൽ പാസിംഗ് ജേണൽ എൻട്രി പാസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതാണ് നമ്മൾ പറയുന്നത്, ജേണൽ എൻട്രി പാസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ദീസ് ജേണൽ എൻട്രീസിനെയാണ് നമ്മൾ പറയുന്നത് റെക്ടിഫിക്കേഷൻ എൻട്രി എന്നുള്ളത്. ആദ്യം നമ്മൾ കൃത്യമായിട്ട് ഓരോ ഇതിൻ്റെയും ജേണൽ നമ്മൾ കൃത്യമായിട്ട് അറിയണം. എന്നാലും നമുക്ക് അദ്ദേഹം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് റെക്ടിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. Rectification depend upon the type and time of detection of errors. These errors may be ഡിറ്റക്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തെങ്കിലും റെക്ടിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഇപ്പം ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യുക ചെയ്യുന്ന ഒരു രീതിയുണ്ട്, റെക്ടിഫൈ ചെയ്യുന്ന രീതിയുണ്ട്. ഇനി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം റെക്ടിഫൈ ചെയ്യുന്ന രീതിയുണ്ട്. ഇനി ഫൈനൽ അക്കൗണ്ട്, അതായത് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യുക റെക്ടിഫൈ ചെയ്യുന്ന ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദ ഫൈനൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കേസാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് റെക്ടിഫിക്കേഷൻ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപുള്ള റെക്ടിഫിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി പോകുന്നത്. വെൻ എറേഴ്സ് ആർ ഡിറ്റക്റ്റഡ് ബിഫോർ പ്രിപ്പയറിംഗ് ഓഫ് ട്രയൽ ബാലൻസ് ഇറ്റ് ഷുഡ് ബി എൻഷുർഡ് ദാറ്റ് വെദർ ദേ ആർ വൺ സൈഡ് എറർ ഓർ ടു സൈഡ് എറർ. അതായത് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ എറേഴ്സ് എന്നുള്ള കണ്ടുപിടിച്ചാൽ അത് വൺ സൈഡ് എറർ ആണോ അല്ലെങ്കിൽ ടു സൈഡ് എറർ ആണോ നമ്മൾ മനസ്സിലാക്കണം. ടു സൈഡ് എറർ എന്ന് പറഞ്ഞാൽ അത് ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും ബാധിക്കുന്നതാണെങ്കിൽ, രണ്ട് ഭാഗത്തെയും ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ടു സൈഡ് എററാണ്. ഏതെങ്കിലും ഒരു ഭാഗം മാത്രമാണെങ്കിൽ എന്താണ് അത് വൺ സൈഡ് എററാണ്. നമ്മളൊക്കെ ഡീറ്റെയിലായിട്ട് നമുക്ക് പറയാം. വൺ സൈഡ് എറർ ആർ ദോസ് എറർ വിച്ച് അഫക്റ്റ് ഓൺലി വൺ അക്കൗണ്ട്. അതായത് ഒരു അക്കൗണ്ടിന് മാത്രം ബാധിക്കുന്നത്. ഇപ്പോൾ സാലറി അക്കൗണ്ട് വെച്ചിട്ട് ക്യാഷ് എന്ന് പറഞ്ഞൊരു ജേണൽ, സാലറി പെയ്ഡ് എന്ന് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ, അതിന് ഒരു അക്കൗണ്ടിന് മാത്രമാണെങ്കിൽ അതെന്താണ് വൺ സൈഡ് എററാണ്. സാലറി അക്കൗണ്ടിന് മാത്രം ബാധിക്കുന്നുണ്ടെങ്കിൽ വൺ സൈഡ് എററാണ്. സാലറി അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് രണ്ടിനും ബാധിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ് അത് ടു സൈഡ് എററാണ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് ദ എറർ ഓഫ് പോസ്റ്റ് ചെയ്യുമ്പോഴുള്ള എറർ നമുക്ക് സംഭവിക്കാം. അതുപോലെ തന്നെ കാസ്റ്റിംഗ് അഥവാ ടോട്ടൽ ചെയ്യുമ്പോഴുള്ള എറർ സംഭവിക്കാം, ബാലൻസ് ചെയ്യുമ്പോൾ സംഭവിക്കാം, ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ സംഭവിക്കാം. അതിനൊക്കെ എന്താണ് ഈ ഒരു എററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ദീസ് ആർ എറേഴ്സ് ഓഫ് കമ്മീഷൻ അഫക്റ്റിങ് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഇപ്പം സാലറി, ഇപ്പോൾ ഉദാഹരണത്തിന് റെൻറ്റ് പെയ്ഡ് എന്നുള്ള ട്രാൻസാക്ഷൻ റെൻറ്റ് അക്കൗണ്ട് മാത്രം ബാധിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് അതിന് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന എററാണ്. കാരണം ട്രയൽ ബാലൻസ് എന്നുള്ളത് നമുക്ക് എന്ത് ആവണമെന്നില്ല, ടോട്ടൽ ആവണം എന്നില്ല. ഇനി ഇതാണ് വൺ സൈഡ് എറർ എന്ന് പറഞ്ഞാൽ. ദെൻ ടു സൈഡ് എറേഴ്സ് ആർ ദോസ് എറർ വിച്ച് അഫക്റ്റ് two-side errors are those errors which affect two or more accounts. It include the error of complete omission. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നില്ല. അത് കംപ്ലീറ്റ് ഒമീഷൻ വരുന്നൊരു കേസ്. പിന്നെ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്ന എന്താണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. പിന്നെ എറർ കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ എററിന് വൺ ഡയറക്ഷന്
കോമ്പൻസേറ്റഡ് ബൈ എൻ ഈക്വൽ എമൗണ്ട് ഓഫ് എറർ ഇൻ അതർ ഡയറക്ഷൻ. രണ്ട് ഭാഗത്തുനിന്ന് എന്താണ് എറർ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതാണ് കോമ്പൻസേറ്റിംഗ് എററാണ് റോങ് അക്കൗണ്ടിനകത്ത്. അപ്പം അങ്ങനെയുള്ളതൊക്കെയാണ് ഇത് ടു സൈഡ് എറേഴ്സിനകത്ത് വരുന്നത്. വൺ സൈഡ് എററിൻ്റെ കേസിൽ നമുക്ക് ജേണൽ എൻട്രി എന്നുള്ളത് ആവശ്യമില്ല. അവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് റെക്ടിഫിക്കേഷൻ ഓഫ് ദീസ് എറേഴ്സ് ഓൺലി ദ റെലവൻറ്റ് അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ ടു ബി ഡെബിറ്റഡ്. ഫോർ ഷോർട്ട് ഡെബിറ്റ്, എക്സ് ഡെബിറ്റ്, ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ നിന്ന് റെക്ടിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ അഡ്ജസ്റ്റിംഗ് എൻട്രി അല്ല അവിടെ വരുന്നത്. Then in case of two-side errors, the following steps may be taken into rectification. Write down the rough sheet of correct entry. അതായത് നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു എൻട്രി നമ്മൾ മാറിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എൻട്രി എന്നുള്ള കൃത്യമായിട്ട് ഏത് എൻട്രി ആണെന്നുള്ള കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് എൻട്രി എഴുതുക. റൈറ്റ് ഡൗൺ ദ റഫ് ഷീറ്റ് ദ എൻട്രി ഹാസ് ബിൻ ആക്ച്വലി പാസ് ചെയ്ത് നമ്മൾ യഥാർത്ഥത്തിൽ പാസ് ചെയ്തിട്ടുള്ള എൻട്രി എന്താണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, റെക്ടിഫൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അതാണെന്ന് പറഞ്ഞാൽ വൺ സൈഡ് എറേഴ്സിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ഈ ഒരു ഐഡിയ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ദ പർച്ചേസ് ഡേ ബുക്ക് ഈസ് അണ്ടർ കാസ്റ്റ് ബൈ 300 ഇൻ ദ മന്ത് ഓഫ് മാർച്ച് 2005. ഓരോ ട്രാൻസാക്ഷൻ എടുത്തിട്ട് നോക്കാം. ഒന്നാമത്തെ പറഞ്ഞാൽ പർച്ചേസ് ബുക്കിന് എന്ന് പറയുന്നത് കുറഞ്ഞു പോയി. അതായത് 300 രൂപ പർച്ചേസ് ബുക്കിനകത്ത്, പർച്ചേസ് ഡേ ബുക്കിനകത്ത് കുറഞ്ഞു പോയി. അത് നമ്മൾ എങ്ങനെ അതിനെ നമുക്ക് ആ ഒരു ഇതിനെ എങ്ങനെ നമ്മൾ റെക്ടിഫൈ ചെയ്യുമെന്നാണ് നോക്കുന്നത്. ഇന്ന് പർച്ചേസ് അക്കൗണ്ടിനെ ബാധിക്കുന്ന ഒരു എററാണ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം അവിടെ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞു വന്നിട്ടുണ്ട്. അണ്ടർ കാസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത് എമൗണ്ട് കുറഞ്ഞു വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നതിന് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ പർച്ചേസ് അക്കൗണ്ടിനകത്ത് എന്താണ് ആ ഒരു എമൗണ്ട് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, the purchase account can be rectified by writing on the debit side of purchase account. പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിനകത്ത് നമ്മൾ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെക്ടിഫൈ ചെയ്യാം. ടു അണ്ടർ കാസ്റ്റിംഗ് ഓഫ് പർച്ചേസ് ബുക്ക് 300 ഇൻ ദ മന്ത് ഓഫ് മാർച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതിയിട്ട് ആ ഒരു എറർ നമുക്കത് റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ടു അണ്ടർ കാസ്റ്റിംഗ് ദ പർച്ചേസ് ബുക്ക് ഓഫ് 300 ഇൻ ദ മന്ത് ഓഫ് മാർച്ച്. ദെൻ രണ്ടാമത്തെ പറഞ്ഞാൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം നാരായൺ 50 നോട്ട് പോസ്റ്റഡ് ഇൻ ദ ഡിസ്കൗണ്ടഡ് അക്കൗണ്ട്. ഡിസ്കൗണ്ട് അക്കൗണ്ടിനകത്ത് എന്ത് ചെയ്തിട്ടില്ല, പോസ്റ്റ് ചെയ്തിട്ടില്ല. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ക്രെഡിറ്റിനകത്ത് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഡിസ്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്, അത്രയായിരിക്കും നമുക്ക് ക്രെഡിറ്റ് ചെയ്യാമെന്ന് 50 ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത് വൺ സൈഡ് എററാണ്. ഇതൊക്കെ എന്താണ് വൺ സൈഡ് എററാണ്. ദെൻ ഗുഡ്സ് സോൾഡ് ടു സീത റോങ്ലി ഡെബിറ്റഡ് ടു സെയിൽ അക്കൗണ്ട്. ഗുഡ്സ് സോൾഡ് എന്നുള്ളത് നമ്മൾ റോങ്ലി നമ്മൾ എന്ത് ചെയ്തു, എമൗണ്ട് എഴുതി. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കത് പരിഹരിക്കേണ്ടത് നോക്കാം. ഈ എറർ ഏതിനെ ബാധിക്കുന്ന എററാണ്, സെയിൽസിനെ ബാധിക്കുന്ന, സെയിൽസ് അക്കൗണ്ടിനെ ബാധിക്കുന്നതാണ്. ദ എമൗണ്ട് വിച്ച് ഈസ് ടു ബി പോസ്റ്റഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഹാസ് ബീൻ റോങ്ലി റീപ്ലേസ്ഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ സെയിം അക്കൗണ്ടിനകത്ത് എന്താണ് ക്രെഡിറ്റിന് പകരം ഡെബിറ്റായിട്ട് വന്നാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിന് എന്താണ് റെക്ടിഫൈ ഈ ഒരു എറർ റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡബിൾ എമൗണ്ട് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് സെയിൽ അക്കൗണ്ടിനകത്ത് നമുക്ക് എന്താണ് ഡബിൾ എമൗണ്ട് എവിടെ നമ്മൾ എഴുതുക, ക്രെഡിറ്റ് സൈഡ് ഓഫ് സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് നമുക്ക് ഡബിൾ എമൗണ്ട് എന്നുള്ളത് കാണിക്കാം. ഇവിടെ നിന്ന് എമൗണ്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എമൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് ഡബിൾ എമൗണ്ട് ഇവിടെ കാണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. എങ്ങനെ റൈറ്റ് ആയിട്ട് എങ്ങനെ നമ്മൾ എഴുതും ഇവിടെ, ബൈ സെയിൽസ് ടു സീ ദ റോങ്ലി ഡെബിറ്റഡ് പ്രീവിയസ്ലി. ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. ദെൻ നാലാമത്തത് ആൻ എമൗണ്ട് ഓഫ് ₹1000 പെയ്ഡ് ടു നിതിൻ നോട്ട് ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. എമൗണ്ട് പേ ചെയ്തു നിതിന് എത്രയാണ്, 1000 ആണ്. പക്ഷേ പേഴ്സണൽ അക്കൗണ്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അത് ഡെബിറ്റ് ചെയ്തിട്ടില്ല. നോട്ട് ഡെബിറ്റഡ് ടു പേഴ്സണൽ അക്കൗണ്ട്. ഡെബിറ്റ് ദ പേഴ്സണൽ അക്കൗണ്ട് ബൈ റൈറ്റിംഗ് ടു ക്യാഷ് 1000 എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റെക്ടിഫിക്കേഷൻ എന്നുള്ളത്. നമുക്കതിവിടെ എന്ത് ചെയ്തിട്ട് അവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ എഴുതുക എങ്ങനെയാണ്, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് 1000 എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിതിൻ്റെ ഒരു റെക്ടിഫിക്കേഷൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിൻ്റെ ഒരു
സസ്പെൻസ് അക്കൗണ്ടൊക്കെ വരുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. നമുക്കത് വരും ഭാഗങ്ങളിലായിട്ട് നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബാക്കിയുള്ള ഭാഗങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്താം. താങ്ക് യു.